നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവയവ വ്യവസ്ഥയായ നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. SCERT ടെക്സ്റ്റ് പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. ജീവികളിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാവുന്ന പ്രേരണകളെയാണ് ഉദ്ദീപനങ്ങൾ അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് വിളിക്കുന്നത്. ഈ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും കാണപ്പെടുന്ന സവിശേഷമായ കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ജീവികളിൽ രൂപപ്പെടുന്ന ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന ഈ സന്ദേശങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലെത്തുന്നതോടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. ഉദ്ദീപനങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുനിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളായ ചൂട്, ശബ്ദം, തണുപ്പ് മുതലായവയാണ് ബാഹ്യ ഉദ്ദീപനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്തു നിന്നുണ്ടാകുന്ന ഉദ്ദീപനങ്ങളായ വിശപ്പ്, ദാഹം, അണുബാധ തുടങ്ങിയവയാണ് നമ്മൾ ആന്തര ഉദ്ദീപനങ്ങൾ എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ, സുഷുമ്ന ഓർ സ്പൈനൽ കോഡ്, നാഡികൾ അല്ലെങ്കിൽ നെർവ്സ്, അതുപോലെ ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്നിവ. അടുത്തതായി നമുക്ക് നമ്മുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളായ ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കാം. നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ്സ് ആണ് ന്യൂറോൺസ്. ഒരു ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു നാഡീകോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു നാഡീകോശത്തിൻ്റെ ഈ ഭാഗമാണ് കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡി എന്നറിയപ്പെടുന്നത്. ഈ ന്യൂറോണിൻ്റെ കോശത്തിനകത്ത് ഒരു ന്യൂക്ലിയസും അതുപോലെ കോശദ്രവ്യവും കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഈ കോശത്തിന് ചുറ്റും ഒരു കോശസ്തരവും കാണപ്പെടുന്നു. ഈ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ ഈ ചെറിയ ശാഖകളെയാണ് ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ ഈ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളായ ഡെൻഡ്രൈറ്റ്സ് തൊട്ടടുത്തുള്ള ഒരു ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ്. ഇങ്ങനെ ഡെൻഡ്രൈറ്റ്സ് തൊട്ടടുത്തുള്ള ഒരു ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അത് ഡെൻഡ്രോണിലേക്ക് കൈമാറുകയും ഡെൻഡ്രോണിൽ നിന്നും ഈ സന്ദേശങ്ങൾ കോശശരീരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ന്യൂറോൺസിലെ കോശശരീരത്തിൽ കാണപ്പെടുന്ന ഈ ചെറിയ ഫൈൻ ഗ്രാന്യൂൾസിനെയാണ് നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് വിളിക്കുന്നത്. കോശശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്നറിയപ്പെടുന്നത്. ഡെൻഡ്രോൺ വഴി കോശശരീരത്തിൽ എത്തിച്ചേർന്ന ആവേഗങ്ങളെ പുറത്തെത്തിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ആക്സോൺ. ഈ ആക്സോണിൻ്റെ ചെറിയ ശാഖകളെയാണ് ആക്സോണൈറ്റ് എന്ന് വിളിക്കുന്നത്. ആക്സോണിലൂടെ എത്തിച്ചേരുന്ന ആവേഗങ്ങളെ
സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിൻ്റെ ധർമ്മം. ആക്സോണൈറ്റിൻ്റെ ഈ അഗ്രഭാഗങ്ങളെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്റ്റിക് നോബാണ് നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സായ അസറ്റൈൽ കോളിൻ, ഡോപ്പമൈൻ തുടങ്ങിയവ റിലീസ് ചെയ്യുന്നത് ഈ സിനാപ്റ്റിക് നോബിൽ നിന്നാണ്. ന്യൂറോണിൻ്റെ അടുത്തൊരു ഭാഗമാണ് മൈലിൻ ഷീത്ത്. ചില ന്യൂറോണുകളിൽ ആക്സോണുകളെ പൊതിഞ്ഞ് തിളക്കമുള്ളതും വെള്ള നിറത്തിൽ കാണപ്പെടുന്നതുമായ ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രൈറ്റുകൾ എന്ന സവിശേഷമായ കോശങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഷ്വാൻ കോശങ്ങളാലാണ് മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെടുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിലും അതുപോലെ സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ എന്നറിയപ്പെടുന്നത്. മൈലിൻ ഷീത്തിൻ്റെ നിറം വെള്ളയായതുകൊണ്ടാണ് മൈലിൻ ഷീത്ത് അടങ്ങിയ നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഈ ഭാഗം വെള്ള നിറത്തിൽ കാണപ്പെടുന്നത്. അതുപോലെ മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുന്നത്. ഈ മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൈലിൻ ഷീത്ത് കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്ന ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക എന്നുള്ളത് മൈലിൻ ഷീത്തിൻ്റെ ഒരു ധർമ്മമാണ്. അതുപോലെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, ഒരു വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ഈ ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ് ഈ മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഒരു ന്യൂറോണിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും അവയുടെ ധർമ്മവുമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അടുത്തതായി നമുക്ക് ഒരു സിനാപ്സ് എന്താണെന്ന് നോക്കാം. രണ്ടു നാഡീകോശങ്ങൾ തമ്മിലോ ഒരു നാഡീകോശവും ഒരു പേശീകോശവും തമ്മിലോ അല്ലെങ്കിൽ ഒരു നാഡീകോശവും ഒരു ഗ്രന്ഥികോശവും തമ്മിലോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് എന്നറിയപ്പെടുന്നത്. ഒരു സിനാപ്സിലൂടെ എങ്ങനെയാണ് ആവേഗങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഡെൻഡ്രോണിലൂടെ കോശശരീരത്തിൽ എത്തിച്ചേരുന്ന ആവേഗങ്ങൾ ആക്സോൺ വഴി ആക്സോണൈറ്റിലെ സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരുന്നു. ഒരു വൈദ്യുത ആവേഗമാണ് ഇത്തരത്തിൽ ഈ സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരുന്നത്. ഈ ആവേഗം ഈ സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരുന്നതോടുകൂടി ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ചില രാസവസ്തുക്കൾ ഈ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്ന ഈ ഭാഗത്തെയാണ് സിനാപ്റ്റിക് വിടവ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ സിനാപ്റ്റിക് വിടവിലേക്കാണ് ഈ സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ രാസവസ്തുക്കൾ സ്രവിക്കുന്നത്. ഈ രാസവസ്തുക്കളെയാണ് നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഉദാഹരണങ്ങളാണ് അസറ്റൈൽ കോളിൻ, ഡോപ്പമൈൻ തുടങ്ങിയവ. ഇങ്ങനെ ഈ സിനാപ്റ്റിക് വിടവിൽ എത്തിച്ചേരുന്ന ഈ നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിലെ ഡെൻഡ്രൈറ്റിനെ ഉത്തേജിപ്പിക്കുകയും
പുതിയ വൈദ്യുതി ആവേഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ കോശശരീരത്തിൽ എത്തിച്ചേരുകയും ഇതേപോലെ ആക്സോണിലൂടെ സഞ്ചരിച്ച് തൊട്ടടുത്ത സിനാപ്സിലെത്തി തൊട്ടടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ന്യൂറോൺസിലൂടെ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത്. നാഡീകോശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ പ്രധാനപ്പെട്ട ധർമ്മം. നാഡീകോശങ്ങളിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രസരണത്തിൻ്റെ ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ഒരു ഉദ്ദീപനം സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഉദ്ദീപന ഫലമായി ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ഈ ആവേഗങ്ങൾ ഡെൻഡ്രൈറ്റ്സ് വഴി ഡെൻഡ്രോണിൽ എത്തിച്ചേരുകയും ഡെൻഡ്രോണിൽ നിന്നും ഈ നാഡീകോശത്തിൻ്റെ കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിൽ എത്തിച്ചേരുന്നു. കോശശരീരത്തിൽ നിന്നും നീളം കൂടിയ തന്തുവായ ആക്സോൺ വഴി ഈ ആവേഗം കോശശരീരത്തിൻ്റെ പുറത്തേക്ക് പ്രവേശിക്കുന്നു. ആക്സോണിലൂടെ ഈ ആവേഗം ആക്സോണിൻ്റെ അഗ്രഭാഗമായ ആക്സോണൈറ്റിൽ എത്തിച്ചേരുന്നു. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമായ സിനാപ്റ്റിക് നോബിലാണ് പിന്നീട് ഈ ആവേഗങ്ങൾ എത്തിച്ചേരുന്നത്. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തിച്ചേരുന്നതോടുകൂടി സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സിനാപ്സിലെ സിനാപ്റ്റിക് വിടവിലേക്ക് റിലീസ് ചെയ്യുകയും തുടർന്ന് ആവേഗങ്ങൾ തൊട്ടടുത്ത ന്യൂറോണിലെ ഡെൻഡ്രൈറ്റ്സിനെ ഉത്തേജിപ്പിക്കുകയും ഇതുവഴിയുണ്ടാവുന്ന പുതിയ വൈദ്യുത ആവേഗങ്ങൾ ഈ ന്യൂറോണിലൂടെ അടുത്ത ന്യൂറോണിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് ഒരു ന്യൂറോണിലൂടെ ആവേഗങ്ങളുടെ പ്രസരണം നടക്കുന്നത്. അടുത്തതായി നമുക്ക് വിവിധ തരം നാഡീകോശങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് സംവേദനാഡി അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺ. നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും മസ്തിഷ്കത്തിലേക്കും അതുപോലെ സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ എത്തിക്കുന്ന നാഡീകോശങ്ങളാണ് സെൻസറി ന്യൂറോൺസ് അല്ലെങ്കിൽ സംവേദ നാഡീകോശങ്ങൾ. 2 പ്രേരക നാഡി അല്ലെങ്കിൽ മോട്ടോർ ന്യൂറോൺ. മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന നാഡീകോശങ്ങളാണ് പ്രേരക നാഡീകോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ സംവേദ നാഡീതന്തുക്കൾ ചേർന്നും അതുപോലെ പ്രേരക നാഡികൾ പ്രേരക നാഡീതന്തുക്കൾ ചേർന്നുമാണ് രൂപം കൊള്ളുന്നത്. 3 സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ്. സംവേദ നാഡീതന്തുക്കളും അതുപോലെ പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാവുന്ന നാഡികളെയാണ് സമ്മിശ്ര നാഡി അല്ലെങ്കിൽ മിക്സഡ് നെർവ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ തലച്ചോറ്, സുഷുമ്ന എന്നീ ഭാഗങ്ങളിലേക്കും അതുപോലെ അവിടെ നിന്നും തിരിച്ച് മറ്റു അവയവങ്ങളിലേക്കുമുള്ള സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന നാഡികളാണ് സമ്മിശ്ര നാഡികൾ. അടുത്തതായി നമ്മൾ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നാഡീവ്യവസ്ഥയുടെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം. 2 പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീ വ്യവസ്ഥ. മസ്തിഷ്കം, സുഷുമ്ന എന്നീ ഭാഗങ്ങൾ ചേർന്നാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം ഫോം ചെയ്യുന്നത്.
അതുപോലെ 12 ജോഡി ശിരോനാഡികൾ അല്ലെങ്കിൽ ക്രാനിയൽ നെർവ്സും 31 ജോഡി സുഷുമ്നാ നാഡികൾ അല്ലെങ്കിൽ സ്പൈനൽ നെർവ്സും ചേർന്നാണ് നമ്മുടെ പെരിഫറൽ നാഡീവ്യവസ്ഥ ഫോം ചെയ്യുന്നത്. പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഒരു ഭാഗമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. സ്വതന്ത്ര നാഡീവ്യവസ്ഥയുടെ 2 ഭാഗങ്ങളാണ് സിമ്പതറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ സിമ്പതറ്റിക് വ്യവസ്ഥ, 2 പാരാസിമ്പതറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്നിവ. നാഡീവ്യവസ്ഥ എന്ന പാഠഭാഗത്തിലെ ന്യൂറോൺസിനെ കുറിച്ചും സിനാപ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഈ പാഠഭാഗത്തിലെ അടുത്ത കണ്ടന്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.